ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അഞ്ജന ഓടി വന്നിട്ട് സത്യൻ്റെ അടുത്ത് വന്നിട്ട് പറയും, വല്യച്ഛ ഒരു അൺനോൺ ലേഡി താഴെ അജയുടെ അടുത്ത് വന്നിട്ട് ഷൗട്ട് ചെയ്യുന്നു. അവളെ എത്രയും പെട്ടെന്ന് പിടികൂടി പണിഷ്മെൻറ്റ് കൊടുക്കണം. അങ്ങനെ ഒരു ലേഡിയോ? മോളെന്താ റിയാക്ട് ചെയ്യുക? അഞ്ജന പറയാണ്, നീ ആരാന്ന് ചോദിച്ചപ്പോൾ അവളെൻ്റെ അടുത്ത് ചോദിച്ചു നീ ആരാ. അത് കേട്ട് നിനക്കെന്താ ഇവിടെ കാര്യം എന്ന് ചോദിച്ചപ്പം നിനക്കെന്താ കാര്യം എന്ന് എൻ്റെ അടുത്ത് തിരിച്ചു ചോദിച്ചു. അതൊക്കെ കേൾക്കുമ്പോൾ ആർക്കാരും ദേഷ്യം വരും. അവളെ തല്ലാൻ ഞാൻ കൈയോങ്ങി. ആ സമയത്ത് അവളുടെ ഒരു പഞ്ച് ഡയലോഗ്, തല്ലിയ എൻ്റെ കൈ അവൾ വെട്ടുന്ന്. അവളേതോ ടെററിസ്റ്റാ. വല്യച്ഛൻ അവളെ ഒന്ന് ഡീൽ ചെയ്യണം. എന്താ സംശയം? എൻ്റെ അഞ്ജന മോളെ തല്ലാനോ? അവളുടെ മുട്ടുകാലം ഞാൻ തല്ലി ഒടിക്കും, വാ എന്നും പറഞ്ഞ് താഴേക്ക് വരികയാണ് രണ്ടാളും. ഭൂമിയാണെങ്കിലോ ഇക്കാര്യങ്ങളൊന്നും അറിയാതെ അവള് ഇങ്ങനെ വീടിന്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ കയറി ഉള്ളിലേക്ക് വരികയാണ്. അങ്ങനെ അവള് വലതുകാല് വെച്ച് വീട്ടിലേക്ക് കയറി വരുമ്പോൾ കുഞ്ഞുനാളിൽ അവള് കയറി വന്നൊരു ഇതൊക്കെയാണ് കാണിക്കുന്നത്. സത്യനും അഞ്ജനയും നേരെ ഹാളിലെത്തുന്ന സമയത്ത് ഭൂമി അവിടേക്ക് കയറി വരുന്നുണ്ടാവും. അങ്ങനെ ഭൂമി കയറി വരുന്ന കാഴ്ചയാണ് സത്യം കാണുന്നത്. ഓ മോളെന്താ ഇവിടെയെന്നും ചോദിച്ചിട്ട് വലിയ സ്നേഹത്തോടെ ഭൂമിയുടെ അടുത്ത് പെരുമാറുകയാണ്. സാറെന്താ ഇവിടെ? ഇതെൻ്റെ വീടാണ് മോളെ എന്ന് പറയുമ്പം ഭൂമി ആകൊന്ന് അന്തം വിടുകയാണ്. എന്നിട്ട് ഭൂമി ചോദിക്കും, അപ്പം അജയ് സാറോ? അവനെൻ്റെ സഹോദരിയുടെ മകനാണ്. അത് കേൾക്കുമ്പോൾ ഭൂമി ഒന്ന് ഞെട്ടുകയാണ്. എന്നിട്ട് സത്യദാസ് ചോദിക്കും, മോളെന്താ ഇവിടെ? അത് ഞാൻ പൂജയ്ക്കുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് വന്നതാണ്. ഓ അതാണല്ലേ. അല്ല, ഭൂമിയുടെ കോഫി ഹൗസ് എങ്ങനെ പോകുന്നു? നന്നായി പോകുന്നു സർ. അല്ല, പിന്നെ മോള് PSC എഴുതിയോ? ഇല്ല, അതിനൊന്നുള്ള മൂഡൊന്നും ഇല്ലായിരുന്നു. അച്ഛന് ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ. അതൊക്കെ മാറുന്നേ. ഭൂമി വളരെ ബ്രില്യൻ്റാ. പഠിക്കാൻ കുറച്ച് സമയം മാറ്റി വയ്ക്കേ. പഠിക്കാൻ സമയം കണ്ടെത്തണം. അപ്പോൾ ഭൂമി പറയാണ്, പഠിക്കാൻ സാറിൻ്റെ അനുഗ്രഹം ഉണ്ടാവണം. ഷുവർ എന്നും പറഞ്ഞിട്ട് അവളുടെ നെറുകയിൽ ഇങ്ങനെ കൈവയ്ക്കുകയാണ്. എന്നിട്ട് അകത്തേക്ക് വാ എന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോവാണ്. അഞ്ജനയാണെങ്കിലോ ഇതൊക്കെ കണ്ടിട്ട് അഞ്ജനയ്ക്ക് നന്നായിട്ട് ദേഷ്യം വരുന്നുണ്ട്. അവളൊക്കെ ഇത് ദേഷ്യത്തോടു കൂടി ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അങ്ങനെ വീണ്ടും ഭൂമി ഉള്ളിലേക്ക് ഇങ്ങനെ കയറി വരുമ്പോൾ വീടിൻ്റെ ഭംഗിയൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടാണ് അവൾ ഹാളിലേക്ക് ഇങ്ങനെ കടന്നു വരുന്നത്. അങ്ങനെ വല്യച്ഛൻ്റെ അടുത്ത് പറഞ്ഞിട്ട് രക്ഷയില്ല എന്ന് കണ്ടപ്പോൾ അഞ്ജന നേരെ അഡ്വക്കേറ്റിൻ്റെ അടുത്ത് വന്നിട്ട് പറയും, അങ്കിളോ? ഞാനോ? പിന്നെ എന്താ ഞാൻ വിളിക്കേണ്ടത്? ഐ ആം ആൻ അഡ്വക്കേറ്റ്. പിന്നെ ഇവിടെ ഒരു സ്ട്രേഞ്ചർ കേടിയിട്ടുണ്ട് ഈ വീട്ടിൽ. അവളെ എങ്ങനെയെങ്കിലും ഈ വീട്ടിൽ നിന്ന് ഓടിച്ചു വിടണം. അതിനുള്ള വകുപ്പൊക്കെ എൻ്റെ കയ്യിലുണ്ട് എന്നും പറഞ്ഞിട്ട് വാ എന്നും പറഞ്ഞിട്ട് അവളെ കൂട്ടിക്കൊണ്ടുപോവാണ്. അങ്ങനെ രണ്ടുപേരും ഹാളിൽ വന്ന് നോക്കുമ്പോൾ ഭൂമിയെ ആയിരിക്കും കാണുന്നത്. ഓ ഭൂമി, താനെന്താ ഇവിടെ എന്ന് ചോദിക്കും. അല്ല, പഴയ തരികിട പരിപാടികളൊക്കെ ഉണ്ടോ? ചില തരികിടകളെ കാണുമ്പം എന്ന് ഭൂമി പറയും. അന്നേരം അഡ്വക്കേറ്റ് ചോദിക്കും, അല്ല അതും താൻ എന്നെ ഉദ്ദേശിച്ചാണോ? അത് തരികിടകൾക്ക് മനസ്സിലാവും, പക്ഷേ സാറ് ജെൻറ്റിൽമാൻ അല്ലേ. അത് കേൾക്കുമ്പോൾ താങ്ക് യു അപ്പോൾ ശരിയെന്നും പറഞ്ഞിട്ട് നേരെ അഞ്ജനയുടെ അടുത്ത് നോക്കുകയാണ്. അപ്പോൾ അഞ്ജനയ്ക്കാണെങ്കിലോ ഇത് കണ്ടിട്ട് ആകെ ദേഷ്യം വരികയാണ്. ആ സമയത്ത് അഡ്വക്കേറ്റ് എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് എസ്കേപ്പ് ആവാമെന്ന് വിചാരിച്ചിട്ട് ശരിയെന്നും പറഞ്ഞിട്ട് വേഗം. ഭൂമിയാണെങ്കിലോ അഞ്ജനയെ ഒന്നും ശ്രദ്ധിക്കുന്നു പോലില്ല. അവളിങ്ങനെ വീണ്ടും വീടിൻ്റെ ഓരോ ഭംഗിയൊക്കെ നോക്കി നേരെ മുത്തശ്ശൻ്റെ ആ ഫോട്ടോയിലൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അഞ്ജന നേരെ അഡ്വക്കേറ്റിൻ്റെ അടുത്ത് വന്നിട്ട് ചോദിക്കും, താൻ എന്ത് പണിയാണ് ചെയ്തത്? അവളെ അടുത്ത് ചൂടാൻ പറഞ്ഞിട്ട് അവൾ ആരാ സത്യത്തിൽ? അജുവായിട്ട് എന്തെങ്കിലും റിലേഷൻഷിപ്പ് ഉണ്ടോ? അപ്പം ഇവനിങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ്, വക്കീലിന് നട്ടാ കുരുക്കാത്ത കള്ളം പറയാനുള്ള അവകാശമുണ്ട്. എന്നിട്ട് പറയും, അജയും ഭൂമിയും തമ്മിൽ ലവ് അഫെയർ ഉണ്ട്. വേർപിരിക്കാനാവാത്ത അത്രയും ഡീപ്പാണ് അവരുടെ ബന്ധം. അഞ്ജനയാണെങ്കിലോ അത് കേൾക്കുമ്പോൾ ഒന്ന് ഷോക്കാവാണ്. അവൾക്ക് നല്ല ദേഷ്യമൊക്കെ വരുന്നുണ്ട്. എന്നിട്ട് നേരെ അഡ്വക്കേറ്റ് അവിടുന്ന് എസ്കേപ്പ് ആവാൻ വേണ്ടിയിട്ട് പറയും, ഞാനെന്നാ എന്നെ അവിടുന്ന് വിളിക്കുന്നുണ്ട് ശരിയെന്നും പറഞ്ഞിട്ട് വേഗം അവിടുന്ന് പോവാണ്. ഭൂമി പിന്നെ ആ പൂജാ സാധനങ്ങളൊക്കെ നേരെ അവിടെ ഒരു സോഫയിൽ കൊണ്ടുപോയി വെക്കുകയാണ്. ആ സമയത്താണ് സംഗീത ഭൂമിയെ കാണുന്നത്. എന്നിട്ട് ഭൂമിയുടെ അടുത്തിട്ട് വന്നിട്ട് പറയും, ഓഹോ മോളെ മേഡം, ഞാൻ പൂജയ്ക്കുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടില്ലേ മേഡം എന്ന് വിളിക്കരുത്, ആൻറ്റി എന്ന് വിളിക്കണമെന്ന്. എന്നിട്ട് അവൾ പറയും, ചെറിയൊരു പായസപാത്രം എടുക്കാൻ വിട്ടുപോയി, അത് ദേ അച്ഛൻ ഇപ്പോൾ കൊണ്ടുവരും എന്ന് പറയാണ്.
അവർ സംസാരിക്കുന്നതും അഞ്ജന ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ആ സമയത്ത് അഞ്ജനയ്ക്ക് ഇവരൊക്കെ ആയിട്ട് എന്താ ഇവൾക്ക് ഇത്ര ബന്ധം എന്നുള്ള രീതിയിൽ ദേഷ്യത്തിൽ ഇങ്ങനെ നോക്കുകയാണ്. എന്നിട്ട് നേരെ ഭവാനിക്ക് കാണിച്ചു കൊടുത്തിട്ട് പറയും, അമ്മേ ഈ പെണ്ണുമായിട്ട് എന്താ ഇവിടെ ഉള്ളവർക്കൊക്കെ ഇത്ര ബന്ധം, ഇവളെല്ലാവരും ഒലിപ്പിച്ച് സ്നേഹം കാണിച്ച് എല്ലാവരെയും വശത്താക്കിയിട്ടുണ്ടല്ലോ. ഭവാനി നോക്കുമ്പം ഭവാനിക്കും അക്കാര്യം മനസ്സിലാവുകയാണ്. ആ സമയത്താണ് മുത്തശ്ശി അവിടേക്ക് ഇങ്ങനെ വരുന്നത്. എന്നിട്ട് ഇങ്ങനെ അഞ്ജനയെ കാണുമ്പം മുത്തശ്ശിക്ക് നല്ല ദേഷ്യം വരികയാണ്. എന്നിട്ട് ഭവാനിയുടെ അടുത്ത് പറയും, ഞാൻ പറയുന്നത് അനുസരിക്കില്ല എന്നാണല്ലേ, ഞാൻ സാരി ഉടുത്ത് വരണം എന്ന് പറഞ്ഞതല്ലേ. ഭവാനി പറയും, അതമ്മേ അവൾക്ക് ഒരുങ്ങാൻ സമയം കിട്ടിയില്ല, അവൾ ഉറങ്ങിപ്പോയി, അതുകൊണ്ടാണ്. എന്നെ അനുസരിക്കാൻ പറ്റാത്തവർ ഈ വീട്ടിൽ നിൽക്കണം എന്നില്ല എന്നൊക്കെ ദേഷ്യത്തിൽ ഇങ്ങനെ പറയുന്ന സമയത്തായിരിക്കും ഭൂമിയെ കാണുന്നത്. ആ മോളെ എന്ന് പറഞ്ഞിട്ട് നേരെ മുത്തശ്ശി ഭൂമിയുടെ അടുത്തേക്ക് പോവുകയാണ്. ഭവാനിക്കും അഞ്ജനയ്ക്കാണെങ്കിലും അത് കാണുമ്പോൾ വീണ്ടും ദേഷ്യം വരികയാണ്. അങ്ങനെ മുത്തശ്ശിയെ കണ്ടതും ഭൂമി നേരെ മുത്തശ്ശിയുടെ കാൽക്കൽ വീണ് ആശീർവാദമൊക്കെ വാങ്ങുകയാണ്. ആ സമയത്ത് മുത്തശ്ശി ചെറുപ്പത്തിൽ അണിഞ്ഞ ആ മാല ഇങ്ങനെ പുറത്തേക്ക് വരുന്നുണ്ട്. പക്ഷേ ഭാഗ്യത്തിന് ഭവാനി ആ മാല ശ്രദ്ധിക്കുന്നില്ല. മുത്തശ്ശിക്കാണെങ്കിലോ ഭൂമിയുടെ ആ സ്നേഹവും വിനയമൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുകയാണ്. എന്നിട്ട് സംഗീത പറയാണ്, അമ്മേ ഭൂമി പറയാണ് ഈ വീട് അവൾ സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ടെന്ന്. അപ്പം മുത്തശ്ശി പറയും, ഞങ്ങളെ അനുവാദം ഇല്ലാതെ ഈ വീടെങ്ങാനും സ്വപ്നം കണ്ടാലേ ഞങ്ങൾ പോയി കേസ് കൊടുക്കും. മുത്തശ്ശി അങ്ങനെ ചെയ്യില്ല എന്ന് എനിക്കറിയാം, ശരിയല്ലേ എന്ന് പറയാണ് ഭൂമി. ഇതൊക്കെ കണ്ടിട്ടാണെങ്കിലോ അഞ്ജനയ്ക്കും ഭവാനിയുടെയും കലി അടങ്ങുന്നില്ല. അവരിങ്ങനെ ഇതൊക്കെ ദേഷ്യത്തോടു കൂടി ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുക. എന്നിട്ട് മുത്തശ്ശി പറയും, മോളെ ഭൂമി, ഈ പൂജകളൊക്കെ കഴിഞ്ഞിട്ട് വേണം മോള് പോവാൻ, ഉടനെ ഒന്നും പൊക്കളരുതേ. അപ്പോൾ ഭൂമി ചോദിക്കും, അയ്യോ അത് നിങ്ങൾ കുടുംബക്കാർ പങ്കെടുക്കേണ്ട പൂജയല്ലേ, ഞാൻ അതിന് കുടുംബത്തിലുള്ള ആളല്ലല്ലോ, തൽക്കാലം ഞാൻ തന്നെ കുടുംബത്തിലുള്ള ആളാക്കി കൂട്ടിയിട്ടുണ്ട്. അപ്പം ഭൂമി പറയും, മുത്തശ്ശി അച്ഛനൊരു പൂജാപാത്രം കൂടെ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഞാൻ അച്ഛനെ കാത്ത് നിൽക്കുകയാണ്, അച്ഛൻ ഉടനെ വരും. അപ്പോൾ മുത്തശ്ശി പറയും, എങ്കിൽ അച്ഛനും മോളും സദ്യയൊക്കെ ഉണ്ടിട്ടേ പോകാവൂ. ശരി മുത്തശ്ശി എന്നും പറഞ്ഞിട്ട് അവൾ പുറത്തേക്ക് പോവുകയാണ് അച്ചുവേട്ടൻ വന്നോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അച്ചുവേട്ടൻ എത്തിയിട്ടുണ്ടാവില്ല. അപ്പോൾ ഭൂമി ഇങ്ങനെ വിചാരിക്കും, ഓ അച്ഛനെ പറഞ്ഞ് വിടേണ്ടില്ലായിരുന്നു, അച്ഛനോട് ഇക്കാര്യം പറയേണ്ടില്ലായിരുന്നു, അച്ഛന് സുഖമില്ല എന്ന് ഞാൻ ഓർക്കണമായിരുന്നു എന്നൊക്കെ മനസ്സിലിങ്ങനെ വിചാരിക്കും. എന്നിട്ട് നേരെ അമ്മയെ വിളിച്ച് ചോദിച്ചിട്ട്, അമ്മേ അച്ഛൻ പോകുന്നില്ലേ, അവിടെ എത്തേണ്ട സമയമായിട്ടുണ്ടല്ലോ, മോളെന്തായാലും ടെൻഷൻ അടിക്കണ്ട, അച്ഛനെ എത്തിക്കോളും എന്ന് പറഞ്ഞിട്ട് അമ്മ ഫോൺ കട്ടാക്കാണ്. അങ്ങനെ പൂജ തുടങ്ങുന്ന സമയത്ത് ഭവാനിയുടെ അടുത്ത് അഞ്ജന പറയും, അമ്മേ ഈ അജയ് എന്നെ മൈൻഡ് ആക്കുന്ന പോലില്ല, മോളൊരു കാര്യം ചെയ്യ്, അജയുടെ അടുത്ത് ചെന്നിരിക്കുക, ചെല്ലു മോളെ, അമ്മ പറയുന്നത് കേൾക്ക്. ശരി അമ്മയെന്നും പറഞ്ഞിട്ട് അവൾ നേരെ അജയുടെ അടുത്ത് ചെന്നിരിക്കാൻ നോക്കും. അപ്പോൾ അവിടെ അജയുടെ ഫ്രണ്ട് വക്കീലിരിക്കുന്നുണ്ടാവും. അങ്ങനെ അഞ്ജനയെ കണ്ട സമയത്ത് മൂപ്പര് വേഗം എണീറ്റ് കൊടുക്കും. അജയ്ക്കാണെങ്കിൽ അഞ്ജന വന്നിരിക്കുമ്പം നല്ല ദേഷ്യം വരികയാണ്. അഞ്ജനയാണെങ്കിൽ അതൊന്നും മൈൻഡാക്കാതെ നേരെ അജയുടെ കൈയൊക്കെ പിടിച്ച് അങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ അവിടെ സെർവൻ്റായ ചേച്ചി പൂജയ്ക്കുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ ഹാളിലേക്ക് കൊണ്ടു കൊടുക്കുകയാണ്. അപ്പോൾ ഒരു മാല കൊണ്ടു കൊടുക്കുമ്പം പൂജാരി ചോദിക്കും, രണ്ടെണ്ണം ഉണ്ടാവില്ലേ, ഒന്നല്ലല്ലോ. അങ്ങനെ വീണ്ടും അടുത്ത മാല കൊണ്ടുകൊടുക്കും. അങ്ങനെ പിന്നെ സംഗീതയും മാധവനും ആ മാലയൊക്കെ പരസ്പരം ചാർത്തുകയാണ്. പിന്നെ പൂജാരി കർപ്പൂരം എടുത്തിട്ട് വരാൻ പറയുമ്പം ഭവാനി ആ അവസരം മുതലെടുത്തിട്ട് ആ ചേച്ചിയുടെ അടുത്ത് ചൂടാവും. ഇതെന്താ ഒന്നും സമയത്തിന് എടുത്തു വെക്കാൻ അറിയില്ലേ, ഇതൊക്കെ മുൻകൂട്ടി ചെയ്യേണ്ടേ, ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ എന്നൊക്കെ പറയുമ്പോൾ അജയ് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പറയും, ഞാൻ ചേച്ചിയെ സഹായിക്കാമെന്ന് പറഞ്ഞ് എണീറ്റ് പോകുമ്പം അഞ്ജന അവിടെ പിടിച്ചിരുത്തുക. നേരം ഭൂമി പറയും, വാ ചേച്ചി നമുക്ക് രണ്ടുപേർക്കും കൂടെ കൊണ്ടുവയ്ക്കാമെന്ന് പറഞ്ഞിട്ട് പിന്നെ ഭൂമി ആ പൂജാ സാധനങ്ങളൊക്കെ കൊണ്ടുവയ്ക്കുകയാണ്. അത് കാണുമ്പം മുത്തശ്ശിക്കും സത്യദാസിനും അജയ്ക്കും ഒക്കെ സന്തോഷം വരികയാണ്. ഭൂമി ഇങ്ങനെ ഓരോ സാധനങ്ങളായിട്ട് കൊണ്ടുവയ്ക്കുന്നത്. ആ സമയത്ത് നമ്മുടെ അച്ചേട്ടനെ ഇങ്ങനെ സൈക്കിളിൽ സാധനം കൊണ്ടുവരികയാണ്. അപ്പം വീട് കാണുമ്പം ഭൂമിയുടെ വണ്ടി കണ്ടിട്ട് പറയും, ഓ എനിക്ക് വഴിയൊന്നും തെറ്റില്ല, ഞാൻ എന്തായാലും ഉദ്ദേശിച്ച സ്ഥലത്ത് തന്നെ എത്തിയെന്നും പറഞ്ഞിട്ട് പിന്നെ സൈക്കിള് സൈഡാക്കിയിട്ട് വീട്ടിലേക്ക് ഇങ്ങനെ കയറി വരികയാണ്. അങ്ങനെ ആ കൊട്ടാരം പോലെയുള്ള ആ വീട് കണ്ടിട്ട് നമ്മുടെ അച്ചോട്ടൻ അതൊക്കെ കണ്ട് ഇങ്ങനെ അന്തം വിട്ട് നോക്കി നിൽക്കുന്ന ആ ഒരു സീനോട് കൂടിയിട്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ പ്രൊമോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.